അടിച്ചു കയറി വാ. നാട്ടിലെ ഏജൻസികൾ പറഞ്ഞ കുറെ പൈസ ഒക്കെ മേടിച്ച് പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നാട്ടിലുള്ള കുറെ റീലൊക്കെ കാണുമ്പോ എല്ലാരും ചുട്ട് പൊള്ളി ഇങ്ങനെ വേർത്ത് കുളിച്ചോണ്ടിരിക്കാന്നുള്ള റീലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ദുബായിൽ എങ്ങനെയാന്ന് ചോദിച്ചാ ഇപ്പൊ കുറച്ച് ചൂട് ഇവിടെയും തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാല് നാട്ടിലെ കുറെ ഏജൻസികൾ ഇപ്പൊ ദുബായിൽ എല്ലാം നോർമൽ ആയിട്ടുണ്ട്. അപ്പൊ ദുബായിൽ കുറെ ജോബ് വേക്കൻസീസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാം സെറ്റാക്കി തരാന്നൊക്കെ പറഞ്ഞ് കുറെ പൈസ ഒക്കെ മേടിച്ച് പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയും കണ്ടും നടക്കുക. കാരണം ദുബായിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 100% എപ്പോഴാണ് ലോജിസ്റ്റിക്സ് ഫീൽഡ് ഓക്കെ ആവുന്നത് അപ്പം മാത്രമാണ് ദുബായ് പഴയതിലോട്ട് തിരിച്ചെത്താന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനും ലോജിസ്റ്റിക്സ് ഫീൽഡിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ലോജിസ്റ്റിക്സ് ഇത്രയും വലിയ ഒരു സംഭവമാണ് ദുബായിൽ എന്നുള്ളത് എനിക്കും ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴും അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. എന്നാലോ പഴയതുപോലെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എല്ലാവരും പഴയ രീതിക്ക് പോലെ പർച്ചേസിങ്ങും എക്സ്പോർട്ടും ഇമ്പോർട്ടും ക്രോസ് ട്രേഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി വിത്തിൻ 2 months കൊണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആവുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഒന്ന് ചാടിപ്പടച്ച് കയറാണ്ടേ ഓരോ ഏജൻസി പറയുന്നതും കേട്ടിട്ട് പെട്ട് പോവാണ്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു 2 months കൂടി വെയിറ്റ് ചെയ്യുക. 2 മാസം കൊണ്ടൊക്കെ സെറ്റ് ആവുന്നേ. പിന്നെ നമുക്ക് പറയാം അടിച്ചു കയറി വാ എന്നുള്ള രീതിക്ക് കേട്ടോ.